എന്നിഷ്ടമല്ല നിന്നിഷ്ടം നാഥ, നിന്റേതു മാത്രം ഞാൻ, നിന്റേതു മാത്രം. എന്നിഷ്ടമല്ല കുശവൻ നീയേ, കളിമൺ ഞാനേ നാഥ. കുശവൻ നീയേ, കളിമൺ ഞാനേ നാഥ. പണിയണേ എന്നെ തിരുഹിതം പോലെ നാഥ. പണിയണേ എന്നെ തിരുഹിതം പോലെ നാഥ. എന്നിഷ്ടമല്ല നിന്നിഷ്ടം നാഥ, നിന്റേതു മാത്രം ഞാൻ, നിന്റേതു മാത്രം. നിന്റേതു മാത്രം ഞാൻ, നിന്റേതു മാത്രം. എന്നിഷ്ടമല്ല. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെ അറിയിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ പറയുകയാണ്, 13-ാം വാക്യം ഇങ്ങനെ പറയുന്നു: ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നു. ഞാനും നിങ്ങളും യേശുവിനെ സ്വീകരിച്ചപ്പോൾ ദൈവമക്കളായി മാറി. അപ്പോൾ തന്നെ ദൈവവചനം പറയുകയാണ്, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരങ്ങളായി മാറി. അതാ പറയുന്ന കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും, 3:16 പറയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ല. നമ്മുടെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു എന്നറിയണം. അപ്പോൾ തന്നെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുമ്പോൾ തന്നെ പറയാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. നാം പ്രാപിച്ചിരിക്കുന്ന ലോകത്തിൻ്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെയാണ് നമ്മൾ പ്രാപിച്ചത്. അപ്പം നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നുള്ളതാണ്. ദൈവം നമ്മുടെ അകത്ത് വസിക്കുന്നു നമ്മൾ അറിയണം. ദൈവം നമ്മുടെ അകത്ത് വസിക്കാൻ വേണ്ടി മാത്രമാണോ വന്നത്? അല്ല. ദൈവത്തിൻ്റെ മന്ദിരമായി, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നമ്മളെ ദൈവം വിലയ്ക്ക് വാങ്ങിച്ചതാണ്. പക്ഷെ ഈ മന്ദിരത്തിൽ ദൈവം വസിക്കാൻ വേണ്ടി മാത്രമാണോ? ഈ പറയുന്നുണ്ട്, ഈ മന്ദിരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 6 പറയുന്നത്. അതിൻ്റെ 19 പറയുകയാണ്, ദൈവത്തിന് ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുക, നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ല. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അതിന് തൊട്ടുമേളിലാണ് പറയുന്ന, കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാകും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്നു, നമ്മൾ ദൈവവുമായി ഏകാത്മാവായി. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കുന്നു. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്നത്? നമ്മുടെ ഒരു മൊബൈലിനകത്തൊരു സിം ഇടുമ്പോൾ ആ സിം ആണ് പിന്നെ കാര്യങ്ങൾ, ആ സിമ്മിലൂടെയാണ് കാര്യങ്ങളെല്ലാം വർക്കൗട്ട് ചെയ്യുക. ഒരു ബാറ്ററി ചെയ്യുമ്പോൾ ആ ചാർജ് ചെയ്യുന്ന ബാറ്ററിയിലൂടെയാണ്. അതുപോലെ ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, ദൈവത്തിൻ്റെ മന്ദിരമായി വരുമ്പോൾ നമ്മൾ ദൈവിക ശക്തി പ്രാപിക്കുകയാണ്. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നമ്മൾ നിറഞ്ഞു വരികയാണ്. അകത്തെ മനുഷ്യൻ ബലപ്പെടുകയാണ്, ശക്തി പ്രാപിക്കുകയാണ്. യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ള ഉറപ്പും ധൈര്യവും ആ വ്യക്തിക്ക് വരികയാണ്. അപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ ദൈവം വന്നിട്ട് ദൈവം നമ്മളെ ഉപയോഗിക്കുകയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നമ്മളെ ഉപയോഗിക്കുകയാണ്. അതായത് വചനം പറയുന്നത്, ദൈവത്തിൻ്റെ നമ്മുടെ ഇഷ്ടങ്ങളല്ല ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ, നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ, നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ. എന്നുവെച്ചാൽ മനുഷ്യന് വിചാരിക്കാവുന്നതും പ്രവർത്തിക്കാവുന്നതുമായിട്ടുള്ള ഒരു ലെവലുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ദൈവം പ്രവർത്തിക്കുന്ന ലെവലിലേക്ക് ഒരാൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ ആ വ്യക്തിയായി മാറുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ലോകത്തെ ജയിച്ച ഒരാൾ നിങ്ങളുടെ അകത്ത് വന്ന് ഇരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ ആ വ്യക്തിയെ സംബന്ധിച്ചോളം പരാജയമില്ല,
പിശാചിന് അവനെ തകർക്കാൻ പറ്റത്തില്ല. അവൻ പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുക. പഴയത് കഴിഞ്ഞുപോയി. അവൻ്റെ വാക്കുകൾ മാറുകയാണ്, അവൻ്റെ ചിന്തകൾ മാറുകയാണ്. അപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വരികയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഒന്നാമത്തെയും 2-ാമത്തെയും വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുകയാണ്, ആദിയിൽ ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിക്കുന്നു. ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിൻ്റെ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. മറന്നു പോകരുത്, നിങ്ങളുടെ അകത്തിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായ ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്രമാത്രം പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുന്നുവോ അത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും, സൂപ്പർ നാച്ചുറൽ വെളിപ്പെടാൻ തുടങ്ങും. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം അതിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ദൈവകരങ്ങളിൽ നമ്മളെ പരിപൂർണമായി സമർപ്പിക്കുമ്പോൾ അത്ഭുതമായി നമ്മുടെ ലൈഫ് മാറുക തന്നെ ചെയ്യും. അപ്പോസ്തല പ്രവൃത്തി നാം വായിക്കുമ്പോൾ മുഴുവൻ ഭാഗങ്ങളിലും പരിശുദ്ധാത്മാവ് വന്ന വ്യക്തി ജീവിതത്തിൽ വരുന്ന അത്ഭുതങ്ങളെക്കുറിച്ചാണ്, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചാണ്. ഒരു ഭാഗം ഇങ്ങനെ ചിന്തിക്കാം. അവിടെ പറയാണ്, അപ്പോസ്തല പ്രവൃത്തി 16 പൗലോസിനെയും ശീലാസിനെയും കാരാഗൃഹത്തിലിടുന്നു. എന്നിവിടെ അവിടെ പറയാണ്, അവനെ കാരാഗൃഹത്തിലിട്ടിട്ട് അവനെ അടിക്കുകയാണ്, അവരെ ഉപദ്രവിക്കുകയാണ്. ഇവിടെ പറയുന്നു 22-ാം വാക്യത്തിൽ പറഞ്ഞ, പുരുഷാർ അവരുടെ നേരെ ഇളകി, അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചുരിഞ്ഞു, കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടിച്ച ശേഷം തടവിലാക്കി കാരാഗൃഹ പ്രമാണിയോട് അവരോട് സൂക്ഷ്മമായി കാപ്പാൻ കൽപ്പിച്ചു. ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി. എന്ന് പറഞ്ഞാൽ പുറത്തു വരാൻ ഒരു സാധ്യതയില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ഒരിക്കലും നിങ്ങൾ ജയം പ്രാപിക്കത്തില്ല എന്ന് ലോകം മുഴുവൻ വിധി എഴുതിയാലും മുഴുവൻ അടച്ച് ചങ്ങലയിട്ട് ബന്ധിച്ച അവസ്ഥയിലാണ് നിങ്ങൾ കേൾക്കുന്നെങ്കിലും, ഈ ഭാഗത്ത് പറയുന്നു ഇവിടെ അവരെ അങ്ങനെ പൂട്ടിയിടാൻ പറ്റുമോ ഒരു ദൈവവേദല്ലേ? ഇല്ല. നിങ്ങളുടെ അകത്തൊരു പവർ ഇരിപ്പുണ്ട്, അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പവറാണ്. അത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഇന്നും വ്യാപരിക്കുന്ന പവറാണ്. പാഴും ശൂന്യമായ പ്രപഞ്ചത്തെ പറുദീസയാക്കിയ പവറാണ്. യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയാണ്. അത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് പകലും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആ ശക്തി വ്യാപരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, വിശ്വസിക്കുന്നവൻ രോഗിയുടെ മേൽ കൈവച്ചാൽ അവിടെ സൗഖ്യം നടക്കുകയാണ്. കാര്യം ആ രോഗിയുടെ മേൽ കൈവെക്കുന്നതിലല്ല, ആ വിശ്വസിക്കുന്നവൻ കൈവെക്കുന്നതിലാണ്. കാര്യം നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ അകത്ത് ഈ പവർ വെച്ചിരിക്കുകയാണ്, നമ്മുടെ അകത്ത് ഈ പരിശുദ്ധാത്മാവ് വന്നിരിക്കുകയാണ്. ആ കാരാഗ്രഹം അവരെ മുഴുവൻ അടച്ച് അവരെ ആമത്തിലിട്ട് പൂട്ടി, കൈയും കാലുമൊക്കെ അവരെ ആമത്തിലിട്ട് പൂട്ടി. പക്ഷെ അവരെന്താ ചെയ്തത്? അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ചു. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ആ പ്രതികൂലത്തിൽ അവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അതിനാണ് പ്രേരണത്തിരുന്നത്. നിങ്ങളുടെ പ്രതികൂലത്തിൽ, നമ്മുടെ പ്രതികൂലത്തിൽ ദൈവത്തെ തള്ളിപ്പറയാനല്ല പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ദൈവം ആരാന്നുള്ള തിരിച്ചറിവ് തരും. ഈ പ്രതികൂലത്തിൻ്റെ നടുവിൽ, ഈ ചങ്ങലയുടെ നടുവിൽ, ഈ വിഷയത്തിൻ്റെ നടുവിൽ, ഈ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കുന്നവനാണ് എൻ്റെ ദൈവം. നാം പഴയ നിയമ പുസ്തകം വായിക്കുമ്പോൾ അവിടെ ചന്ദ്രക്ക് മേശക്ക് അഭേന്ദ്രഗോവിനെ തീച്ചൂളയിൽ രാജാവ് ഇടുമ്പോൾ ആ തീച്ചൂളയിൽ തീരുകയല്ലേ അവരുടെ അകത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി അവിടെ പ്രവർത്തിക്കുകയാണ്. പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കുകയാണ്. ദൈവം അവിടേക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. നാലാമനായ ഒരുവനെ ഇറങ്ങി വന്നവരെ വിടുവിക്കുകയാണ്. ദാനിയേൽ സിംഹത്തിൻ്റെ ഗുഹയെ വീഴുമ്പോൾ ആ ഗുഹയോടുകൂടെ അവസാനിക്കുകയല്ല. സകല പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുമ്പോൾ അവിടെ കർത്താവ് ഇറങ്ങി ആ സിംഹത്തിൻ്റെ വായെ പൂട്ടുകയാണ്. അവിടെ എന്താ വാസ്തവമായി സംഭവിക്കുന്നത്? ദാനിയേൽ സുഖമായി കിടന്നുറങ്ങുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവ പൈതലിനെ സംബന്ധിച്ചോളം, നിങ്ങളെ സംബന്ധിച്ചോളം, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കും, നിങ്ങളെ സംബന്ധിച്ചോളം ഒരു കാരാഗ്രഹവും നിങ്ങളെ അടച്ച് നിങ്ങളുടെ ലൈഫ് തീർക്കത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, അതൊന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ, നിങ്ങളുടെ അകത്തിരിക്കുന്ന ശക്തി എന്തെന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ. ഇവിടെ അപ്പോസ്തലന്മാർ പിറ്റേ ദിവസം മരിച്ചു പോകുമെന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയല്ല ചെയ്തത്. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ചു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. നിങ്ങളുടെ ജീവിതത്തിലും
നിങ്ങളുടെ അകത്തിരിക്കുന്ന ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങൾ സ്തോത്രം പറയുമ്പോൾ ഇപ്പം എന്തുകൊണ്ട് അത്ഭുതം നടക്കാത്ത? വിഷയത്തിന് നടുവിൽ പിറുപിറുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ വിഷയത്തിൻ്റെ നടുവിൽ എന്നെ വിടുവിക്കാൻ എൻ്റെ ദൈവമുണ്ടെന്ന് വിശ്വസിച്ചാൽ, എൻ്റെ അകത്ത് ലോകത്തെ ജയിച്ച ഒരാളുണ്ടെന്ന് വിശ്വസിച്ച് ആ ധൈര്യത്തോടെ ഇരിക്കാൻ തുടങ്ങിയാൽ, മരണത്തെ ജയിച്ച ഒരുവൻ എൻ്റെ അകത്തുണ്ടെന്ന് വിശ്വസിച്ചാൽ, പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി എൻ്റെ അകത്തിരുന്ന് പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിച്ചാൽ, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നെന്ന് വിശ്വസിച്ചാൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രാജ്യങ്ങളുടെ വാതിൽ തുറക്കപ്പെടും. ഒരുപാട് അത്ഭുതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നടന്നിട്ടുണ്ട്. ഇന്ന് പകൽ ഞാൻ വചനം ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങളോട് പറയാം, ഇതുവരെ നടന്നിട്ടില്ലാത്ത കുറേ പുതിയ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദൈവം നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് കാണാൻ പറ്റുന്നില്ലല്ലോ. ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് വെച്ചിരിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ആത്മാവിനാലേ പിടികിട്ടത്തുള്ളൂ, ബുദ്ധിയിൽ പിടികിട്ടത്തില്ല. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയത്. ഇവിടെ പാടി സ്തുതിക്കുമ്പം പെട്ടെന്നൊരു ഭൂകമ്പം ഉണ്ടാകുകയാണ്, കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം പിടരുകയാണ്, വാതിലൊക്കെയും തുറന്നു പോവാണ്, ചങ്ങല അഴിഞ്ഞു വീഴുകയാണ്. യെസ്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് വിശ്വസിക്കാൻ തയ്യാറാണോ? പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നിങ്ങളെ തകർക്കാൻ ഒരു രോഗത്തിനോ ഒരു വിഷയത്തിനോ ഒരു ശാപത്തിനോ കഴിയത്തില്ല. പകരം ദൈവത്തിൻ്റെ ഇഷ്ടം യേശുവിനെ സ്വീകരിച്ച നിങ്ങളുടെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് തീരുമാനിക്കും നിങ്ങൾ എവിടെ എത്തണം, നിങ്ങളുടെ ഭാവി എന്താണ്, നിങ്ങളുമല്ല തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായി പ്രവർത്തിക്കുന്നു. ഒന്ന് തിരിച്ചറിയാം, നമ്മൾ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കട്ടെ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയതൊക്കെ ഒന്ന് കാണാൻ. ശ്രേഷ്ഠകരമായ ഭാവിയിലേക്ക് ആ ദൈവം നിങ്ങളെ നടത്താൻ പോകുന്നത്. ഇപ്പം നീ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആ രോഗത്തോടെ തീരാനല്ല, ആ രോഗം മാറിപ്പോവുക തന്നെ ചെയ്യും. ആ കാരാഗ്രഹത്തോടുകൂടി അപ്പോസ്തലന്മാർ തീർന്നില്ല. കാരാഗ്രഹത്തിൻ്റെ അടിത്തറകൾ പിളർന്നതേ. നിങ്ങൾ പോകുന്ന വിഷയം, ആ വിഷയം കൊണ്ട് നിങ്ങൾ അവസാനിക്കാൻ പോകുന്നില്ല. യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ വിഷയത്തിൻ്റെ അവസാനമായിരിക്കും. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവ്, ഇവർക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ അകത്തിരുന്ന് പ്രവർത്തിക്കുകയാണല്ലോ. അതിന് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ ഞങ്ങളെ തന്നെ ഒന്ന് വിധേയപ്പെടുത്തി കൊടുക്കാൻ, ഞങ്ങളെ ഇന്ന് ഏൽപ്പിച്ചു തരുക, ഞങ്ങളുടെ ശരീരങ്ങളെ ഏൽപ്പിച്ചു തരിക. ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് വിശ്വസിക്കാൻ ഞങ്ങൾ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണം. ഞങ്ങളുടെ പരിപൂർണമായ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കണം. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കണം. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളിലും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. സകല മഹത്വം അർക്കപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. കുശവന്നീയേ കളിമഞ്ഞാനേ നാഥ, പണിയണേ എന്നെ തിരുഹിതം പോലെ നാഥ, പണിയണേ എന്നെ തിരുഹിതം പോലെ നാഥ.